ജെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു നല്ല ടോണിക്കാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. കണ്ടോ, നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാത്തിനും നല്ലതാണ്. പൂച്ചെടികൾക്കും അതുപോലെ ഇലച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ നല്ലൊരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ തന്നെയുള്ള എല്ലാ ഇതും തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചെടികളൊക്കെ കണ്ടു, ഇത് നമ്മുടെ ഇതിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട്. ഇത് ബേബി പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചത്. ഇതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വേണ്ട, ഇത് പൂത്തതാണ്. ഇത് ഒരു തവണയേ പൂക്കുള്ളൂ ഈ ചെടി. അപ്പോൾ ഇതുപോലെ പൂക്കളാണ് ഇതും ഉണ്ടാവുക. അതുപോലെ എല്ലാ ചെടികൾക്കും ഈ ടോണിക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും അതുപോലെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒഴിക്കാവുന്ന എല്ലാ ചെടികൾക്കും ഒഴിക്കാം, ഇതുപോലെയുള്ള ചെടികൾക്കും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക്, പിന്നെ പേരയ്ക്കൊക്കെ ഒഴിക്കാം. ഇതിപ്പോൾ നമ്മൾ പൂക്കളായിട്ടുള്ള ചെടികൾക്ക് പ്രത്യേകം ഒഴിച്ചു കൊടുക്കാം. നന്നായി പൂക്കളുണ്ടാവും കേട്ടോ. പൂക്കൾക്ക് ഏറ്റവും നല്ലതുമാണ്. അതിലുള്ള അടങ്ങിയിട്ടുള്ള നൈട്രജനൊക്കെ ഫോസ്ഫറസൊക്കെ ഈ ചെടികൾക്ക് കിട്ടുമ്പോൾ നന്നായിട്ട് കരുത്തായിട്ട് വളരും. പിന്നെ ചീച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. അടിഭാഗം ചീച്ചിലൊക്കെ ഉണ്ട്. ഇപ്പോൾ വെർട്ടിക്കലിലും നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ നല്ലതാണ്. നല്ല കരുത്തോടു കൂടി തന്നെ വളരുകയും ചെയ്യും. പിന്നെ നമ്മുടെ പുഴുശല്യം അതുപോലെ തന്നെ കീടങ്ങളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അതിനും നല്ലതാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കീടങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിനും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് പച്ചക്കറികളിലുള്ള കേടുകൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ പേരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. കണ്ടോ, പേരക്കായൊക്കെ ഉണ്ടായതുകൊണ്ടോ. അപ്പോൾ കീടശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുഴുവൊക്കെ പൊക്കോളും. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു ടോണിക്കാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ എടുക്കുന്നത് മുരിങ്ങയിലയും വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിൻ്റെ ഇലയും മുരിങ്ങയിലയും ഏറ്റവും നല്ല ടോണിക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇലകളാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങയിലയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ആര്യവേപ്പ്. നല്ല ഔഷധ ഗുണമുള്ളതാണ് ആര്യവേപ്പിൽ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ടോണിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആര്യവേപ്പ് എടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ചങ്ങലപരണ്ട എന്ന് പറയും. ഇത് പണ്ട് നീരിനൊക്കെ നല്ലതാണ്. എണ്ണ കാച്ചാനും നീർക്കെട്ടിനൊക്കെ നല്ല ഒരു മരുന്നാണ് ഈ ചങ്ങലപരണ്ട. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർവാഴ എല്ലാവർക്കും അറിയാമല്ലോ. വേര് പിടിപ്പിക്കാനും അതുപോലെ നല്ല ഔഷധവുമാണ്. എല്ലാവർക്കും കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കുന്നത് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. മുടിക്ക് എണ്ണ കാച്ചാനും അതുപോലെ തന്നെ എല്ലാ ഔഷധ ഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഈ ചങ്ങലപരണ്ടയും കറ്റാർവാഴയും മുരിങ്ങയില, ആര്യവേപ്പ്, വേപ്പിൻ്റെ ഇലയും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കീടങ്ങളും പോവും, തഴച്ച് വളരുകയും ചെയ്യും. പൂവിടാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാ ഇലകളും കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് അരിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് വെള്ളം കൂട്ടി ഒഴിക്കുകയും ചെയ്യാം കടയ്ക്കൊക്കെ. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ എല്ലാ ആഴ്ചയിലും ഓരോന്ന് ചെയ്യുമ്പോൾ നല്ലതുമാണ്. നല്ല പച്ചക്കറികളൊക്കെ പൂവിടാനും അതുപോലെ പേരയമ്മയൊക്കെ പൂവിടാനായിട്ടൊക്കെ നല്ലതാണ്. ഇലച്ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇലയാണ്. അതിന് എല്ലാ തരം സ്മെല്ലുണ്ട്. അപ്പോൾ അത് ഇതിൽ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ചിട്ട് പച്ചക്കുരുമുളകായാലും മതി കേട്ടോ. കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സർവ്വസുഗന്ധിയുടെ ഇല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് എല്ലാ സ്പൈസസിൻ്റെയും മണം അതിൽ ഉണ്ട് ആ ഇലയിൽ. അപ്പോൾ അതിനും ഈ സ്മെല്ല് കിട്ടും. അപ്പോൾ നമുക്ക് തളിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് വിനീഗറും ഒഴിക്കുന്നുണ്ട്. അത് നമുക്കൊരു ചെറിയ പുളി കിട്ടാൻ വേണ്ടി, പുളിപ്പ് പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും നല്ലതാണ് ഇതിന്. അപ്പോൾ കുറച്ച് ചൊറുക്കി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തത് സ്പ്രേ ചെയ്യാനാണ് കേട്ടോ. നമ്മൾ അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് തെളിച്ച് കടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും
മതി, പ്രാണികളൊക്കെ പൊക്കോളും. അപ്പോൾ നമുക്കിതുപോലെ വഴുതന പച്ചക്കറികൾക്ക് ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചെടികൾക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ചെടികളുടെ മുകളിലൂടെ ഒഴിക്കുകയും ചെയ്യാം. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒരു കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഒഴിക്കാനായിട്ട്. അപ്പം നമ്മൾ എന്തോറാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം കൂട്ടിയെടുത്ത് തളിച്ചു കൊടുക്കുക. അതുകൊണ്ട് പൂക്കൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഏത് പൂക്കളാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പൂക്കളുണ്ടാവും ചെയ്യും, നന്നായിട്ട് പൂവിടുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചട്ടയിൽ വെച്ചിട്ട് പടർത്തി കൊടുത്തേക്കുന്ന ചെടികളാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. പൂക്കൾക്കും നല്ലതാണ്. റോസിനൊക്കെ നല്ലതാണ്. റോസ് നമുക്ക് കീടങ്ങളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. പിന്നെ കമ്പുകളൊക്കെ ഉണക്കം വരും. ഇപ്പോൾ ഇവിടെ കണ്ട അതേ ഈ കെന്നായ്മ നിറച്ച് പ്രാണികൾ വന്ന് ആ പൂക്കളിരുന്ന് തിന്നാണ്. അപ്പോൾ നമുക്ക് അതുമേയും ഒഴിച്ചു കൊടുക്കാം. ഈ കെന്നയുടെ ഇലയാണ് ഭംഗി, പൂക്കളിനേലും ഭംഗി ഇലയാണ്. അപ്പോൾ ഇലകളിലും കേട് വരും. ഇതിപ്പോൾ ഈ പ്രാണികളെയൊക്കെ നമുക്ക് ഇതൊഴിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ കീടങ്ങളും പുഴുശല്യമൊക്കെ വരുന്നതിന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാനും ഇത് എളുപ്പവുമാണ്. ഇലകൾക്കൊക്കെ ഇലകളെമ്മയൊക്കെ തളിച്ചു കൊടുക്കണം. അപ്പോൾ ചീച്ചലോ അല്ലെങ്കിൽ പുഴുശല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോക്കോളും. പിന്നെ നമ്മുടെ റോസുമ്മ എപ്പോഴും മുട്ടുകരിച്ചിൽ അല്ലെങ്കിൽ കമ്പുണക്കം ഇതൊക്കെ എപ്പോഴും വരുന്നതാണ് റോസിന്. അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ അല്ലെങ്കിൽ ഇലച്ചെടികൾ, ഇതിപ്പോൾ ഫോക്സ് ടെയിലാണ്, ഈ ചെടിക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല പച്ചപ്പും കിട്ടും. അതുപോലെ തന്നെ നല്ല തിങ്ങി വളരുകയും ചെയ്യും. നല്ല പച്ചപ്പായിരിക്കും ഈ ഫോക്സ് ടെയിലിനൊക്കെ. അപ്പം നമുക്ക് അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ മോർണിംഗ് സ്റ്റാറിന് അതൊക്കെ പൂവുണ്ടാവും. പിന്നെ നമ്മുടെ വെർട്ടിക്കലിൽ വെക്കുന്ന ചെടികളുണ്ടല്ലോ അതിനൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ഷെയറൊക്കെ ചെയ്തോളൂ.